എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടത് എന്നെക്കാളും വലിയ ഇതുണ്ട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്കറിയാന്നേ, എൻ്റെ മുന്നിൽ ഇരിക്കുന്നതിന് എനിക്ക് പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ പറയുന്നത്? ദൈവമേ, എന്നെ വല്ലതും ആണോ? ഇരിക്കത്തില്ലായിരിക്കും. പിന്നെ അതന്ന് ആ മോതിര കേസ് ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിക്കും. എന്നെ പിടിക്കാൻ വന്നതാണോ? പിന്നെ ആളതല്ലെന്നോ? അതെങ്ങനെയാ പറയുന്നത്? കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ അന്നേ പറഞ്ഞപ്പോഴേ അറിയാവുന്ന കാര്യമല്ലേ. ഇത് തലയൊക്കെ ഉപയോഗിക്കുക. ചന്ദ്രനും എല്ലാം കൂടെ എങ്ങനെ വെക്കുന്നേ? ഒരു കാര്യത്തിന് ഇപ്പൊ ഒരുപോലെ തന്നെയാ വേറെ ആൾക്കാർ കാണുമെന്ന് പറയാം, അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ഒരു കാര്യത്തിനാണ് ഈ ഒരേ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ വരുമോ? അതെങ്ങനെ വരുന്നേ? അത് ശരിയാണല്ലോ, ഒരുപോലെ അങ്ങനെ വരത്തില്ലല്ലോ. ആ അതേന്നേ 18ാമത്തെ വയസ്സ് ഒളിച്ചോടിയിട്ട് പിന്നെ അവർ വീട്ടുകാരെ പിടിച്ച് വേറെ കെട്ടിച്ചോക്കെ. ഇത് ഞാൻ തന്നെ പെട്ട്. പറഞ്ഞാൽ മനസ്സിലാകില്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ചില കാര്യങ്ങളൊക്കെ ഭാര്യമാരാണ് പറഞ്ഞാൽ അനുസരിക്കണം, മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളെ തൊപ്പി തെറിക്കുക തന്നെ, പ്രൊമോഷനല്ലേ തൊപ്പി തെറിക്കുക തന്നെ ചെയ്യും. ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ആ കുടുംബശ്രീന്ന് പൈസ പൊക്കിയതല്ലേ, അതിനല്ലേ പ്രസിഡന്റ് ആയത്. ആ അതേന്നെ, ആ ഫോട്ടോ എൻ്റെ ഉണ്ട് ഓൾറെഡി. ഒരു കോഫി ബ്രൗൺ ഡ്രസ്സും. ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ മുഖഭാവവും ചൂടലും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ ഞാൻ എന്തായാലും ഞാൻ പിടിച്ചു തന്നിരിക്കും, ഉറപ്പുള്ള കാര്യം. അത് വിഷമിക്കേണ്ട. ആ അതാ പിടിക്കൂന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കും. ആ ശരി ചേട്ടാ, എന്നെ വിളിക്കാം. എന്താണ് എന്താണ്? ഞാനതെല്ലാം ചെയ്തു മേഡം, എങ്ങനെ അറിഞ്ഞു മേഡം? എന്റെ ഭർത്താവ് ചന്ദ്രനാഥൊക്കെ എങ്ങനെ അറിഞ്ഞു മേഡം? ഞാൻ വേറൊരു അവസരമായിട്ട് വന്നായിരുന്നു. നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് പിടിച്ചെന്നാ? നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആരെന്തെങ്കിലും പിടിച്ചോ? എന്നെ പറ്റിയല്ലേ മേഡം പറഞ്ഞത്? ഒത്തു. ദൈവമേ, വേലിയിരുന്ന പാമ്പിനെ എടുത്ത് കീഴെ വെച്ച് കടി മേടിച്ചല്ലോ ഈശ്വരാ. എന്നെ പറ്റിയല്ല പറഞ്ഞത്. പോരാ കേട്ടോ, ശരിയാ. പ്രൊമോഷൻ നിങ്ങൾക്ക് ഇത്തവണ കിട്ടിയിരിക്കും.